നമസ്കാരം സാറേ. നമസ്കാരം. ഇരിക്കും സാറേ. ഇത് നമ്മളെ മോളെ സായിനെ കല്യാണ കത്താ. കല്യാണത്തിന് വരാനൊന്നും സമയം ഉണ്ടാവില്ല. അല്ല, കല്യാണത്തിന് സാറിനെ ക്ഷണിക്കാനല്ല ഇപ്പൊ വന്നത്. ഈ കല്യാണ കത്തും വെച്ചിട്ട് ഈ പെണ്ണുങ്ങൾ ഒരു കളി കളിച്ചു. അതെന്താ? നമ്മളെ വീട്ടിലെ കല്യാണമാണല്ലോ. അപ്പൊ അയൽപക്കക്കാരെല്ലാം ചോദിച്ച ഒരു കത്ത് കൊടുത്ത് ഈ കത്തും കൊണ്ടിട്ട് വീട് മുഴുവൻ ഇരക്കുകയാണ്. ഓരോരുത്തരടുത്ത് പോയിട്ട് പൈസ ചോദിക്കുക. എന്താ പറയണത്? ഓളെ മോന്റെ ചെറിയ കുട്ടീന്റെ കല്യാണമാണ്, അതിന് പൈസ ഇല്ല, കഷ്ടപ്പാടാണ്, സഹായിക്കണം എന്ന് പറഞ്ഞ ഓരോ വീട്ടിൽ നടക്കുക. ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. ചോദിക്കാൻ ഞാനില്ല ഇവിടെ. പിന്നെ നിങ്ങൾ ചോദിക്കണോ? ഇല്ല, സാറ് ചോദിച്ചാൽ മതി. ഇയാളീ പറഞ്ഞൊക്കെ ശരിയാണോ? ശരിയാണ്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? മോശല്ലേ? അത് മോശല്ലേ? മോശാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. അപ്പൊ ഭർത്താവോ? മരിച്ചുപോയി. ഭർത്താവ് മരിച്ചോ? കുട്ടികളൊന്നുമില്ലേ? 2 മക്കളുണ്ടായി. ഇപ്പൊ എന്റെ കൂടെ അല്ല. അതെന്താ? ഭാര്യമാരുടെ കൂടെ പോയി. കല്യാണം കഴിച്ചിട്ട് ഭാര്യമാര് കൊണ്ടുപോയോ? ആണ്. നമ്മളെ തറവാടിനാണ് ഇപ്പൊ പേര് ദിവസം ഉണ്ടായത്. നമ്മളെ തറവാട് അങ്ങനെ ഇരന്നിട്ട് കല്യാണം നടത്തേണ്ട ഒരു തറവാടല്ല. നിങ്ങളുടെ തറവാട്ടിലുള്ള ആരും പോയി ഇരന്നതൊന്നും അല്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നു. നമ്മളെ ഭാഗ്യത്തിനാണ് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് കല്യാണം വിളിച്ചപ്പോഴാണ് സംഭവം വെളിച്ചത്തായി. അത്ര വലിയൊരു വിഷയമായിട്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. അതല്ല സാറേ, കത്തിൽ നമ്മളല്ലേ നമ്മളെ പേര് എങ്ങനെ കത്ത് ഈ കത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തത് തെറ്റാണ്. തെറ്റല്ലേ? പിന്നെന്താ? എന്തൊക്കെ പണി ചെയ്ത് ജീവിക്കും? ആരോഗ്യം ഉണ്ടല്ലോ. ഇങ്ങനെ കള്ളത്തരം കാണിച്ചൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം. അവര് 2 ദിവസം കൂടെ കിടക്കട്ടെ. അതന്നെ, കല്യാണം കഴിഞ്ഞവരെ ഇവിടെ ഇട്ടാളി. ഇവർക്കൊക്കെ അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കണം. അത് വേണം അല്ലേ? സാറ് ചെയ്യുന്ന നമുക്ക് അറിയാം. ഇവരായിക്കോളൂ. ആ മൂപ്പര് ചെയ്തോളൂ. എന്താണ്? അല്ല, ഇടിക്കണം എന്നൊക്കെ പറയണേ. അവര് 2 ഇടി കൊടുത്താണെങ്കിൽ സമാധാനമില്ലേ? ഇനി മേലോരന്മാര് പണിക്ക് പോകരുത് സാറേ. അത്ര മതിയോ? പിന്നെന്താ, അത് ശരിയാക്കാം. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് സാറേ നമ്മളെ മോളെ കല്യാണത്തിന് വരണോ? കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റില്ല. അതാണ്. അല്ല, നമ്മളെന്തായാലും പരിചയപ്പെട്ട ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് നമ്മൾ പരിചയപ്പെട്ടില്ലേ? ആ സ്ഥിതിക്ക് ഇങ്ങളൊന്ന് വന്നാൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഇനിയിപ്പോ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു കവിത വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. നമ്മളെ കല്യാണത്തിലൊന്നും അങ്ങനെ കവിത പാടലില്ല. ഗസലൊക്കെ പാടലുണ്ട്, കവിത അങ്ങനെ ഇല്ല. ഇതതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ആയിക്കോട്ടെ. ഞാൻ സാറിന് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതർത്താം. ആയിക്കോട്ടെ. അപ്പൊ സാറ് സമയം കിട്ടിയെങ്കിൽ വരി. പാലത്തിന്റെ അപ്പുറത്താ വീട്. ആയിക്കോട്ടെ. അതൊക്കെ ഞാൻ ഏറ്റു. അമ്മ എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുക? മോശല്ലേ? മോശാണ്. അപ്പൊ മോശമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അത് ചെയ്താലോ? അതെ, ഇങ്ങോട്ട് വാ. ഇത് കൊണ്ടുപോയിട്ടേ നന്നായിട്ട് പൊടിക്കണം. ഇതുപോലെ പൊടിക്കണം. അവിടെ ഒലക്കൊക്കെ ഇരിപ്പുണ്ട്. ചെല്ല്. അതൊക്കെ വേണോ സാറേ? പിന്നെ ഇത് ആര് പൊടിക്കും? ഞാൻ ആദ്യം 2 പേരെ ഇവിടെ നിർത്തിയതല്ലേ. അപ്പൊ സാറ് അവരെ വെള്ളം കുടിക്കാൻ പറഞ്ഞോട്ടു. ചെല്ല്, നന്നായിട്ട് പൊടിക്കണം കേട്ടോ. താഴെ കളയരുത്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ. വയ്യ പറ്റിക്കാൻ നടന്നപ്പോ ഈ വയ്യായികൊന്നും ഇല്ലായിരുന്നല്ലോ. മണ്ടു, ഇവിടെ വെച്ച് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമാനം പറയേണ്ടി വരും. വിട്. മതി. എന്താ അങ്ങനെ ചുമ? ശ്വാസം മുട്ടുണ്ട്. ആണോ? എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത്? അത് മോശല്ലേ? ആളുകൾ പരാതികൾ പറഞ്ഞു വരുന്നത് കണ്ടില്ലേ? ഗതികേടുകൊണ്ടാ സാറേ. അപ്പൊ എങ്ങനെ ഇപ്പൊ ജീവിതമോ കഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തരും. അയ്യോ, കരയല്ലേ? എങ്ങനെ കരയല്ലേ? വെച്ചോളൂ. അല്ല, വെച്ചോളൂ. വെക്കേ. എനിക്ക് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ല, പോയിക്കോളൂ. പോയി സാറേ, ഇത്ര അനുകമ്പ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ കണ്ടപ്പോ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. സാറിന്റെ അമ്മ ഇതുപോലെ തെണ്ടി നടക്കുമായിരുന്നോ? അതല്ല, അമ്മയുടെ കണ്ണുനീർ.
ഒരു കവിതയുടെ ബീജം എനിക്ക് വീട് കിട്ടി. ഞാൻ ആ കവിത ഇപ്പൊ ചൊല്ലിക്കേൾപ്പിക്കാം. 5 മിനിറ്റ്. എടാ, ഒരു കവിത കൂടെ ചൊല്ലിക്കേൾക്കാൻ നിനക്ക് ഭാഗ്യമുണ്ട്. അമ്മേ. അത് തന്നെ, അമ്മ.